Hello students. In this video we are going to discuss about the relationship of managerial economics with other disciplines. Yesterday we discussed about the objectives of managerial economics and the uses to which managerial economics are being put. And in this video, we'll be discussing about, we know that managerial economics is multidisciplinary. It has taken concept from various other disciplines also. So, what is the relationship of this subject with other disciplines will be discussed in this video in detail. So, managed economics has a close linkage with other disciplines and field of study. We obviously know that the subject has gained by the interaction with economics, mathematics, and statistics, and has drawn upon management theory and accounting concepts. ഈ സബ്ജക്ട്സുകളൊക്കെ ആയിട്ട് അത് ഡീൽ ചെയ്യുന്നുണ്ട്. Then managerial economics integrates concepts and methods from these disciplines and brings them to bear on managerial problems. അപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഡിസിപ്ലിൻസ് നിന്നൊക്കെ കോൺസെപ്റ്റ്സ് എടുത്തിട്ട് അതിൻ്റെ അകത്തു നിന്നൊക്കെ കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ട് എന്ത് ചെയ്യാണ് മാനേജർ പ്രോബ്ലംസിനെ എങ്ങനെ സഹിക്കും എന്നുള്ളതിനെ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിനെ ഓവർകം ചെയ്യുക ഇതിന് വേണ്ടിയാണ് മാനേജർ എക്കണോമിക്സ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. So to discuss first we'll be discussing the relationship with microeconomics. നമുക്കറിയാം എക്കണോമിക്സുമായിട്ട് ഇത് റിലേറ്റഡ് ആണ് എന്ന് പറയുമ്പോൾ തന്നെ എക്കണോമിക്സിന് രണ്ട് ബ്രാഞ്ചസ് ഉണ്ട്, മൈക്രോ ആൻഡ് മാക്രോ. സോ വിൽ ബി ഡിസ്കസിങ് ഇൻ ഡീറ്റെയിൽ വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ഓഫ് മാനേജർ എക്കണോമിക്സ് വിത്ത് microeconomics and macroeconomics. So the main source of concept and analytical tools for managerial economics is microeconomic theory. നമ്മൾ പറഞ്ഞു മൈക്രോ ഇക്കണോമിക് ക്യാരക്ടർ ആണ് മാനേജർ എക്കണോമിക്സ്. കാരണം എന്താണ്, ഇറ്റ് ഡീൽസ് വിത്ത് ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ് ഓഫ് ഫേം. അപ്പൊ അതുകൊണ്ട് തന്നെ അത് മൈക്രോ ആണ് ക്യാരക്ടർ. അപ്പൊ അതിൻ്റെ അകത്തുള്ള മെയിൻ കോൺസെപ്റ്റ്സും ടൂൾസും ഒക്കെ അനാലിസിസിനുള്ള ടൂൾസും ഒക്കെ ഡിറൈവ് ചെയ്തിരിക്കുന്നത് മൈക്രോ എക്കണോമിക് തിയറിയിൽ നിന്നാണ്. And it uses a concept like elasticity of demand, marginal analysis, market structures, etc. ഈ മൈക്രോ എക്കണോമിക്സുമായിട്ടുള്ള ബന്ധം പറയുമ്പോൾ മൈക്രോ എക്കണോമിക്സ് എന്ന ഏതൊക്കെ കോൺസെപ്റ്റ്സ് ആണ് മാനേജർ എക്കണോമിക്സിൽ മെയിൻലി യൂസ് ചെയ്യുന്നത്, കുറേ കോൺസെപ്റ്റ്സ് എടുക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, മാർജിനൽ അനാലിസിസ്, മാർക്കറ്റ് സ്ട്രക്ചേഴ്സ് എക്സെട്ര. ദെൻ അതേപോലെ പ്രൊഡക്ഷൻ തിയറീസും പ്രോഫിറ്റ് തിയറീസും ഒക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് മാത്രം പറഞ്ഞതാണ്. Then helps in formulating business policies through production planning and demand and cash analysis. Business policies, business strategies formulate ചെയ്യാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും. മൈക്രോ എക്കണോമിക്സ് ഹെൽപ്സ് മാനേജർ എക്കണോമിക്സ് in formulating business policies. എങ്ങനെയാണ്? ത്രൂ പ്രൊഡക്ഷൻ പ്ലാനിങ്. ഇറ്റ് ഹെൽപ്സ് ടു പ്ലാൻ ദി പ്രൊഡക്ഷൻ. അതാണ് ഞാൻ പറഞ്ഞ പ്രൊഡക്ഷൻ തിയറീസ് ഉണ്ട്. ആൻഡ് ഡിമാൻഡ് ആൻഡ് ക്യാഷ് അനാലിസിസ്. നമുക്കറിയാം ഡിമാൻഡ് തിയറീസ് ഉണ്ട്, ഇലാസ്റ്റിസിറ്റി ഉണ്ട്, ഡിമാൻഡ് ഡിറ്റർമിനൻസ് ഉണ്ട്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ഉണ്ട്. ഇതിനൊക്കെ സഹായത്തോട് കൂടിയിട്ട് ഡിമാൻഡ് ആൻഡ് ക്യാഷ് അനാലിസിസിന് അത് ഹെൽപ്പ് ചെയ്യുന്നു. Then it is related with microeconomics than with macroeconomics. നമുക്കറിയാം മാക്രോ മൈക്രോ രണ്ടും ഉണ്ടെങ്കിലും മാനേജർ എക്കണോമിക്സിന് കൂടുതൽ ബന്ധം എന്തിലേക്കാണ്? മൈക്രോ എക്കണോമിക്സിലാണ്. ഓക്കെ, now we'll be seeing what is the relationship with macroeconomics. മാനേജർ എക്കണോമിക്സ് റിലേറ്റഡ് ആണ്. നമ്മൾ പറയുന്നുണ്ട് ഫീച്ചേഴ്സ് ഓഫ് മാനേജർ എക്കണോമിക്സ് പറയുന്ന സമയത്ത് it uses concepts from macroeconomics for the purpose of understanding the business environment. ആ ബിസിനസ് ഏതൊരു എൻവയൺമെന്റിലാണോ നിൽക്കുന്നത് അതിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്രോ എക്കണോമിക് കോൺസെപ്റ്റ്സ് യൂസ് ചെയ്യാറുണ്ട്. Some concepts of macroeconomics are also used in ME. Uses a concept like ഏതൊക്കെയാണ്? We have already discussed this: business cycle, national income, employment, investment, then aggregate demand, aggregate supply, അങ്ങനെ കുറേ concepts ഉണ്ട്. Then it's help. Okay, main thing is that macroeconomic concepts അവർ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? It's helpful in understanding the business environment and improves the quality of business decisions. When you make a decision comprehensively, that is by considering both the internal as well as external environment, then the business decision itself will be having a quality, efficient decisions ആയിരിക്കും, quality decisions ആയിരിക്കും. അത് improve ചെയ്യാനായിട്ട് സഹായിക്കും. Now moving on to the relationship of managerial economics with statistics. Okay, statistics എവിടെയാണ് യൂസ് ചെയ്യുന്നത്?
Statistical techniques are used for collecting, processing and analyzing data. നമുക്കറിയാം മാനേജർ എക്കണോമിക്സ് എന്തിനാണ് എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നത്? കോർ തിങ് എന്താണ്? ഇറ്റ് ഹെൽപ്സ് ഇൻ ഡിസിഷൻ മേക്കിംഗ്. ഫോർ ഡിസിഷൻ മേക്കിംഗ് യു നീഡ് ഇൻഫർമേഷൻ അല്ലേ? ഡാറ്റ ഇൻഫർമേഷന്റെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുക. അപ്പൊ ഈ ഡാറ്റയാണ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. നമ്മൾ ഡാറ്റ കളക്ട് ചെയ്ത് അത് പ്രോസസ് ചെയ്ത് അനലൈസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ്സ് പാർട്ട് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ്. Then it provides the most useful and reliable data for decision making. ഡിസിഷൻ മേക്കിങ്ങിന് പറ്റുന്ന രീതിയിലുള്ള ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഡാറ്റ തരാൻ വേണ്ടിയിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് ഹെൽപ്പ് ചെയ്യുന്നു. എങ്ങനെയാണ്? ലൈക്ക് ഇറ്റ് യൂസസ് ദ തിയറീസ് ലൈക്ക് പ്രോബബിലിറ്റി, ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, ട്രെൻഡ് പ്രൊജക്ഷൻസ്, that is predicting the future on the basis of past data. Then multiple regression. You know what is regression? എന്താണ്? നോൺ വാല്യൂസിന്റെ സഹായത്തോടെ അൺനോൺ വാല്യൂസിനെ കണ്ടെത്തുന്നതാണ് റിഗ്രഷൻ. അതേപോലെ പ്രോബബിലിറ്റി എന്താണെന്ന് അറിയാം, ചാൻസസ്, ഓരോന്നിൻ്റെയും ചാൻസസ് എന്താണെന്ന് കണ്ടുപിടിക്കുക. ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ്, നമ്മൾ ഒരുപാട് ഇക്കണോമിക് ഫോർകാസ്റ്റിംഗ് ടെക്നിക്സ് നിങ്ങൾ +2 പഠിച്ചതാണ്. അപ്പൊ ഈ ടെക്നിക്സിന്റെ ഒക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അപ്പൊ ഫ്യൂച്ചർ ഇവന്റ്സിനെ പ്രഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലുള്ള ഈ പറഞ്ഞ ടൂൾസ് ഒക്കെ യൂസ് ചെയ്യുന്നു. And then measures of central tendency, mean, median, mode. നിങ്ങൾ പഠിച്ചതാണ്. Maybe those who have studied statistics might be knowing. Central tendency എന്ന് പറയുന്നത് mean, median, mode പോലെയുള്ള സാധനങ്ങളാണ്. ഇപ്പം എന്തായാലും ഒരു ആവറേജ് ഒക്കെ കണ്ടിട്ടാണല്ലോ നമ്മൾ ഡിസിഷൻസ് ഒക്കെ വരാം. ആൻഡ് ഏറ്റവും ഹയസ്റ്റ് വാല്യൂവിന്റെ ബേസിസിലൊക്കെ നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കും. ദാറ്റ് ഈസ് മോഡ്. Then measures of dispersions like correlation, regression, ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ഇങ്ങനെയുള്ള സാധനങ്ങളുടെയൊക്കെ സാധനങ്ങളും ഒക്കെ നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? വെദർ two variables are related or not, whether they are independent or dependent. ഇതിന്റെയൊക്കെ ബേസിസിലാണ് നമ്മൾ ഡിസിഷൻ മേക്കിംഗ് നടത്തുക. ഇതൊക്കെ എന്തിൽ നിന്നാണ്? സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഭാഗമാണ്. ആൽഫ്രഡ് മാർഷൽ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് ആർ സ്ട്രോസ്. നമ്മൾ വൈക്കോല് സ്ട്രോസ് ആണ്, ഔട്ട് ഓഫ് വിച്ച് ഐ ലൈക്ക് എനി അതർ എക്കണോമിസ്റ്റ് ഹാവ് ടു മേക്ക് ബ്രിക്സ്. അപ്പോൾ എങ്ങനെയാണോ നമ്മൾ മോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് ആ വളരെ ഫീബിൾ ആയിട്ടുള്ള വൈക്കോലിൽ നിന്നും കട്ടിയുള്ള ബ്രിക്സ് ഉണ്ടാക്കാൻ സഹായിക്കുന്നത് പോലെയാണ് സ്റ്റാറ്റിസ്റ്റിക്സ് മാനേജർ എക്കണോമിക്സിൽ യൂസ്ഫുൾ ആണ് എന്നാണ് മാർഷൽ പറഞ്ഞിട്ടുള്ളത്. സോ ഹോപ്പ് ദ റിലേഷൻഷിപ്പ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് വിത്ത് relationship of manager economics with statistics is clear. Now relationship with mathematics. Maths-ആയിട്ട് ഇതിന് എന്താണ് ബന്ധം? The use of an exact and accurate science like mathematics has made me more precise and logical. നമ്മുടെ ഫിഗേഴ്സ് ആണ്. മാത്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? algebra, geometry, figures ആണ്, deals with figures. അപ്പൊ ഈ ഫിഗേഴ്സിന് എന്താണ്? മാനേജർ എക്കണോമിക്സ് ഓൾസോ യൂസസ് ഫിഗേഴ്സ്, കണക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ ഫിഗേഴ്സ്, ഈ മാത്സ് ഇതിനകത്ത് വരുന്നത് കൊണ്ടാണ് മാനേജർ എക്കണോമിക്സ് കുറച്ചും കൂടി പ്രിസൈസ് ആവുന്നത്, ലോജിക്കൽ ആവുന്നത്. Then used in ME for estimating various economic relationships and employing them in decision making and forward planning. അപ്പൊ കണക്കുകൾ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുക? എക്കണോമിക് റിലേഷൻഷിപ്പിനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആൻഡ് അതിന്റെ സഹായത്തോട് കൂടിയിട്ട് ഡിസിഷൻ മേക്കിങ്ങും ഫ്യൂച്ചർ പ്ലാനിങ്ങും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. Then uses considerable amount of algebra, geometry, logarithms, calculus, etc. ഇതൊക്കെ മാത്സിന്റെ ഭാഗമായിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജർ എക്കണോമിക്സിൽ യൂസ് ചെയ്യുന്നുണ്ട്. At one point of time or the other, throughout അത് ഉപയോഗിക്കുന്നു എന്നല്ല. In some juncture we want to use all these things. Now റിലേഷൻസ് വിത്ത് ഓപ്പറേഷൻസ് റിസർച്ച്. ഈ ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറഞ്ഞ സബ്ജക്ട് ആസിച്ച് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കണം എന്നില്ല. ഓപ്പറേഷൻ റിസർച്ച് എന്ന് പറയുന്നതും ഇതേപോലെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു ഡിസിപ്ലിൻ ആണ്. മാത്തമാറ്റിക്സും സ്റ്റാറ്റിസ്റ്റിക്സും ഒക്കെ കൂടിയിട്ട് വന്നിട്ടുള്ളൊരു ഡിസിപ്ലിൻ ആണ് ഓപ്പറേഷൻസ് റിസർച്ച് എന്ന് പറയുന്നത്, വിച്ച് ഫോക്കസസ് ഓൺ മോഡൽ ബിൽഡിംഗ്. Then operation research is application of mathematical and statistical techniques in solving business problems. Business problems ne solve ചെയ്യാൻ വേണ്ടി മാത്സും സ്റ്റാറ്റിസ്റ്റിക്സ് ഒക്കെ കമ്പൈൻ ചെയ്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു പുതിയ ഡിസിപ്ലിൻ ആണ് ഓപ്പറേഷൻസ് റിസർച്ച്. പുതിയതൊന്നല്ല, കുറച്ച് കാലങ്ങളായിട്ട് അത് വന്നിട്ട് പക്ഷെ ഡിറൈവ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അത് മോഡൽസിന്റെ സഹായത്തോട് കൂടിയിട്ട്, മോഡൽ ബിൽഡിങ്ങിന്റെ സഹായത്തോട് കൂടിയിട്ട് ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനാണ് സഹായിക്കുക. Then it's helpful for studying the interrelationship and relative efficiencies of various business aspects like sales, production, etc. അപ്പൊ ഇങ്ങനെ ഇപ്പൊ മോഡൽസ് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ
when you make a conception model, what is being done, നമ്മൾ ആ കോൺസെപ്റ്റ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ഓപ്പറേഷൻസ് റിസർച്ച് മാനേജ്മെന്റ് എക്കണോമിക്സിലേക്ക് വരുന്ന സമയത്ത് ഇറ്റ് ഹെൽപ്സ് ഇൻ മേക്കിംഗ് ഇന്റർ റിലേഷൻഷിപ്പ് മനസ്സിലാക്കാനും റിലേറ്റീവ് എഫിഷ്യൻസീസ് ഒന്നിനോട് താരതമ്യം ചെയ്യുമ്പോഴുള്ള എഫിഷ്യൻസീസ് ഒക്കെ മനസ്സിലാക്കാനൊക്കെ സഹായിക്കും. Then ഇതിനകത്തുള്ളതാണ് linear programming techniques of inventory control, game theory, etc. are used for achieving the objective of maximization of profit and minimization of cost and time, etc. അപ്പോൾ ഈ linear programming techniquesഉം inventory control ചെയ്യാൻ വേണ്ടിയിട്ടും game theory ഒക്കെ ഇതിനൊക്കെ സഹായത്തോടു കൂടി സഹായം നമ്മൾ എന്തിനെടുക്കുന്നുണ്ട്, മാനേജറിയൽ ഡിസിഷൻ മേക്കിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. That is the relationship with operations research. And then accounting, obviously accounting-ആയിട്ട് ഇതിന് ബന്ധമുണ്ട്. എന്താണ് accounting-ആയിട്ട് management economics-നുള്ള ബന്ധം? It is closely related with ME as accounting data and statements represent the language of business. ബിസിനസ്സിനകത്ത് എന്ത് ഡിസിഷൻ എടുക്കണമെങ്കിലും നമ്മുടെ കണക്കുകളാണ് വയ്ക്കുക. കണക്കുകൾ ഇൻ ദ സെൻസ് മാത്സ് അല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ്, ഇതൊക്കെയാണ് സംസാരിക്കുന്ന സാധനങ്ങൾ. ഇതിന്റെ ബേസിസിലാണ് നമ്മുടെ ഫ്യൂച്ചറിലേക്കുള്ള ഡിസിഷൻസ് എല്ലാം എടുക്കുക. Profit and loss statement reflects the operational efficiency of the firm. Balance sheet tells the financial position of the firm. ഇതൊക്കെയാണ് അതാണ് ലാംഗ്വേജസ് എന്ന് ഉദ്ദേശിച്ചത്. ഇതൊക്കെയാണ് കാര്യങ്ങൾ വ്യക്തമാക്കി തരിക. അപ്പോൾ അക്കൗണ്ടിങ്ങുമായിട്ട് ഇത് റിലേറ്റഡ് ആണ്. Then provides a basis for decision making and forward. ഈ കണക്കുകളാണ്, ഈ അക്കൗണ്ട്സ് ആണ് നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിനും ഫോർവേഡ് പ്ലാനിങ്ങിനൊക്കെ അടിസ്ഥാനം. ഇപ്പം ബിസിനസിനെ സംബന്ധിച്ച് അക്കൗണ്ട്സ് ഇല്ലാതെ ഒന്നുമില്ല. അപ്പൊ അക്കൗണ്ട്സ് ഇല്ലാതെ ഡിസിഷൻ മേക്കിംഗ്, അക്കൗണ്ട്സിൽ നോക്കാതെ നമുക്ക് ഡിസിഷൻ മേക്കിങ്ങും ചെയ്യാൻ പറ്റില്ല. റൈറ്റ് ഇൻഫർമേഷൻ ഫോർ റൈറ്റ് ഡിസിഷൻസ് എന്നുള്ളതാണ് നമ്മുടെ റിലേഷൻഷിപ്പ് വിത്ത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനം. ഓക്കെ, അപ്പം നമ്മൾ ഏതൊക്കെ ഡിസിപ്ലിൻസിനെ കുറിച്ച് നോക്കി? റിലേഷൻഷിപ്പ് വിത്ത് മൈക്രോ എക്കണോമിക്സ്, ദെൻ മാക്രോ എക്കണോമിക്സ്, ദെൻ റിലേഷൻഷിപ്പ് വിത്ത് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ഓപ്പറേഷൻസ് റിസർച്ച് ആൻഡ് അക്കൗണ്ടിങ്. അപ്പം ഇത്രയാണ് നമുക്ക് റിലേഷൻഷിപ്പ് ഓഫ് മാനേജ്മെന്റ് എക്കണോമിക്സ് വിത്ത് അതർ ഡിസിപ്ലിൻസ് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.